നമസ്കാരം. ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവരിലെ പല രഹസ്യങ്ങളും പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, ചില രഹസ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തൊടുകുറിയിലൂടെ ഇത് സാധ്യമാണ് എന്ന കാര്യം ഓർക്കുക. ഇതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കുന്നിക്കുരുവാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തേത് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ മയിൽപീലിയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ കുന്നിക്കുരുവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും കടാക്ഷം നിങ്ങളിലുണ്ട്, അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കും. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകേണ്ടത് അനിവാര്യമാണ്. അതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാകുന്നു. മറ്റുള്ളവർക്ക് ഇവരോട് ഒരു പ്രത്യേകമായ ആകർഷണം, സ്നേഹം ഒക്കെ തോന്നുന്നതാണ്. പലപ്പോഴും ഇവർക്ക് നേരിട്ട് അനുഭവപ്പെടുന്നതായ കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് ഇവരോട് ഇത്തരത്തിലൊരു സ്നേഹം പെട്ടെന്ന് തന്നെ തോന്നും, അവരിൽ ഒരാളായി തോന്നും. കൂടാതെ അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇവരെ ഏവരും പരിഗണിക്കുന്ന വ്യക്തികളാകുന്നു. എവിടെ ചെന്നാലും അർഹിക്കുന്നതായ പരിഗണന ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഇവരോട് മറ്റുള്ളവർ ഒരു പ്രത്യേകമായ രീതിയിലായിരിക്കും പെരുമാറുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പെരുമാറ്റ രീതി പലരും ഇവരോട് ചെയ്യുന്നതായി അല്ലെങ്കിൽ പെരുമാറുന്നതായി ഇവർക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി കാണേണ്ടതായി വരും. ഇതെല്ലാം വൈഷ്ണവ ചൈതന്യത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. അറിഞ്ഞും അറിയാതെയും ഇവരെ കുറെ പേർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. കലാപരമായ കഴിവ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ കലയോട് അമിതമായ സ്നേഹം, ഇഷ്ടം പുലർത്തുന്നവരാണ് ഇവർ. കലാമേഖലയിൽ പ്രവർത്തിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ എന്ന് തന്നെ ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ദൈവാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് ഇവർ. ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അതിനാൽ ഏവരുടെയും ജീവിതത്തിൽ സാമ്പത്തികപരമായ പോസിറ്റീവുമായ മാറ്റങ്ങൾ, പോസിറ്റീവായ ചിന്തകൾ പോലും നിറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ദോഷം വരണം എന്ന രീതിയിൽ പ്രവർത്തിക്കാത്തതായ വ്യക്തികളാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഇവരിലുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതും പ്രത്യേകം ഓർത്തിരിക്കുക. ഇവർ ഇരിക്കുന്ന ഇടത്ത് പടിപടിയായി ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ പലപ്പോഴും ഇവർ അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവർ ആദ്യം ഒരു വസ്തു വാങ്ങിയാൽ ആ വ്യക്തികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അതായത് ഒരു ഷോപ്പിൽ നിന്നും ആദ്യം ഇവർക്കാണ് കച്ചവടം ചെയ്യുന്നത്, ഇവരാണ് അത്തരത്തിൽ ഒരു കാര്യം വാങ്ങിയത് എങ്കിൽ അന്നേ ദിവസം ആ ഷോപ്പിൽ വളരെയധികം കച്ചവടം നടക്കുവാനും ലാഭം വർദ്ധിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആളില്ലാത്ത കടയിൽ ചെന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ തിരക്ക് വരുന്നതായി ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് പല അവസരങ്ങളിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരെ പലപ്പോഴും നിയന്ത്രിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. കണ്ണിന് ഒരു പ്രത്യേകമായ തീക്ഷ്ണത,
പ്രകടമാകുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നവരാണ് ഇവർ. അത് മറ്റുള്ളവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാകുന്നു. താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്ത് നൽകുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. കൂടാതെ നേരെ വാ നേരെ പോ എന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ മനസ്സ് ചില അവസരങ്ങളിൽ പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. അതിനാൽ തന്നെ പല അവസരങ്ങളിലും അതിനനുസരിച്ച് പെരുമാറുവാൻ ശ്രമിക്കുന്നവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്താണ് എന്ന് പെട്ടെന്ന് തന്നെ ഇവർക്ക് പല അവസരങ്ങളിലും മനസ്സിലാകുന്നതാണ്. അത് ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് പോലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരോട് അത്ഭുതം തോന്നുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും നിസ്സംശയം പറയാം. രണ്ടാമത്തെ ചിത്രമായ മയിൽപീലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മറ്റുള്ളവരെ വളരെയധികം സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം മറ്റുള്ളവരുടെ നന്മ അല്ലെങ്കിൽ സ്വന്തം സ്നേഹിക്കുന്നതായ വ്യക്തികളുടെ സുഹൃത്തുക്കളുടെ അടുത്തറിയുന്ന വ്യക്തികൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഭക്ഷണ വസ്തുക്കൾ അഥവാ ഭക്ഷണ സാധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ ഏറെ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആഹാരം ദാനം നൽകുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. ദാനം ചെയ്യുവാൻ എപ്പോഴും അത് പല കാര്യങ്ങളും ദാനം ചെയ്യുവാൻ മുൻപിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടിയും സുഹൃത്തുക്കൾക്കും തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും പലവിധ ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അവർ തിരിച്ച് ഇത്തരത്തിലുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നതും വാസ്തവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ പോലും അവർ മറന്നു പോയിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. മറ്റുള്ളവരാൽ പെട്ടെന്ന് വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം വിഷമിക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. സെൻസിറ്റീവായ വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ താൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ചെറിയ കാര്യങ്ങളാൽ പോലും പെട്ടെന്ന് മുറിവേൽക്കുന്നവരാണ് ഇവർ. അത്തരത്തിൽ പെട്ടെന്ന് വിഷമം ബാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ ഇതെല്ലാം പിന്നീട് മറന്ന് അവരെ സഹായിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകുന്നു. ചെറിയ കാര്യങ്ങളാൽ പോലും പെട്ടെന്ന് ജീവിതത്തിൽ സന്തോഷം വന്ന് ചേരുന്നവരാണ് നിങ്ങൾ. ചെറിയ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ വളരെയധികം സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ഏവരെയും ഒരേപോലെ കാണുന്നവരാണ് എന്ന് തന്നെ പറയാം. ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുകയും അതിനാൽ തന്നെ അപാരമായ മാനസിക ശക്തി ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പലപ്പോഴും വന്ന് ചേരുന്നതുമാണ്. കുടുംബജീവിതം സന്തോഷകരമാക്കുവാൻ ഇവർ പരമാവധി പ്രയത്നിക്കുന്നവരാകുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ അതിനിവർക്ക് സാധിക്കണം എന്നില്ല. എന്നിരുന്നാലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. പ്രതിസന്ധികൾ അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അതിൽ തളരില്ല എന്നതാണ് വാസ്തവം. അത് പുറമെ കാണിക്കില്ല എന്നതും വാസ്തവമാണ്. പ്രതിസന്ധികളിൽ തളരാതെ പോസിറ്റീവായ ചിന്തകളോടെ മുൻപോട്ട് പോകുന്നവരാണ് ഇവർ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കാതെ സമയമെടുത്ത് കാര്യങ്ങൾ ചിന്തിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ഇത് പലപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം തന്നെയാണ്. സൗമ്യമായി ഇരിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. കോലാഹലങ്ങൾ ഇല്ലാതെ സമാധാനത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ.
ശാന്തത ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. എന്നാൽ ദേഷ്യപ്പെട്ടാൽ പിടിച്ചാൽ കിട്ടില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. അറിഞ്ഞും അറിയാതെയും ഇവരെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. പലരെയും അകമഴിഞ്ഞ് സഹായിക്കുകയും എന്നാൽ അവരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം നിരാശ പല അവസരങ്ങളിലും തോന്നിയിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ജീവിതത്തിൽ പെട്ടെന്ന് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം മറക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും.